ലെബനൻ അതിർത്തിയിൽ ഇസ്രയേൽ പ്രതിരോധ സേനയും ഹിസ്ബുള്ളയും തമ്മിൽ നിലനിന്നിരുന്ന ദുർബലമായ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. തിങ്കളാഴ്ച ഹിസ്ബുള്ള പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഈ സംഘർഷത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്നതാണ്. തെക്കൻ ലെബനനിലെ മെയ്സൽ ജബൽ മേഖലയിൽ ഇസ്രയേലിന്റെ 2 മെർക്കാവ ടാങ്കുകളെ ലക്ഷ്യം വെച്ച് തങ്ങൾ ആക്രമണം നടത്തിയതാണ് ഹിസ്ബുള്ളി അവകാശപ്പെടുന്നത്. ഇസ്രയേലിന്റെ സൈനിക കരുത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്ന ടാങ്കുകൾക്ക് നേരെയുണ്ടായ ഈ ആക്രമണം സൈനിക വൃത്തങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിനായി ഹിസ്ബുള്ളി ഉപയോഗിച്ചത് അതീവ വിനാശകാരിയായ ലോയിറ്ററിംഗ് ഡ്രോണുകൾ ആണെന്നതാണ് ശ്രദ്ധേയം. നിശബ്ദമായ ആകാശത്ത് ചുറ്റിപ്പാഞ്ഞ് ശത്രുവിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കാനും കൃത്യമായി സമയം നോക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് ഇടിച്ചിറക്കി പൊട്ടിത്തെറിപ്പിക്കാനും ശേഷിയുള്ളവയാണ് ഈ ഡ്രോണുകൾ. ആധുനിക യുദ്ധമുറകളിൽ വലിയ മാറ്റം വരുത്തിയ ഈ ആയുധങ്ങൾ ഹിസ്ബുള്ളിയുടെ പക്കൽ ഉണ്ടെന്നത് ഇസ്രയേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്. സാധാരണ മിസൈലുകളേക്കാൾ കണ്ടെത്താൻ പ്രയാസമുള്ള ഇവ ശത്രു ടാങ്കുകളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളവയാണ്. വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹം അവകാശപ്പെടുമ്പോഴും ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ ദിവസേനയൊന്നോണം വെടിയൊച്ചകളും സ്ഫോടനങ്ങളും മുഴങ്ങുന്നുണ്ട്. ഇസ്രയേലിന്റെ സൈനിക മുന്നേറ്റങ്ങളെ തടയാൻ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള തങ്ങളുടെ എല്ലാ അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മെയ്സൽ ജബലിൽ നടന്ന ആക്രമണം കേവലം ഒരു പ്രാദേശിക ഏറ്റുമുട്ടലല്ല, മറിച്ച് വെടിനിർത്തൽ കരാറിന്റെ ലംഘനവും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്കേറ്റ കനത്ത പ്രഹരവുമാണ്. ഇറാന്റെ ശക്തമായ പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നത് ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ സൈനികർക്കും യുദ്ധോപകരണങ്ങൾക്കും നേരെ ഇത്തരത്തിൽ കൃത്യമായി ആക്രമണങ്ങൾ നടക്കുന്നത് ഇസ്രയേൽ ഗൗരവമായാണ് കാണുന്നത്. ഇതിന് പകരമായി ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ ശക്തമായി തിരിച്ചടി നൽകാൻ IDF തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ മേഖലയിൽ ഭീതി പടർത്തുന്നുണ്ട്. ഓരോ പ്രത്യാക്രമണവും വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ലോയിറ്ററിംഗ് ഡ്രോണുകൾ അഥവാ കാമികാസെ ഡ്രോണുകൾ ലക്ഷ്യം കാണുന്നതുവരെ ആകാശത്ത് കാത്തു നിൽക്കാൻ ശേഷിയുള്ളവയാണ്. ഇത് പ്രതിരോധ സംവിധാനങ്ങളെ പലപ്പോഴും കബളിപ്പിക്കാറുണ്ട്. മെർക്കാവ ടാങ്കുകൾ പോലുള്ള ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷയുള്ള യുദ്ധവാഹനങ്ങൾ പോലും ഇത്തരം ഡ്രോൺ ആക്രമണങ്ങളിൽ തകരുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ തന്ത്രങ്ങളെ പുനർചിന്തിക്കാൻ പ്രേരിപ്പിക്കും. യുദ്ധക്കളത്തിലെ ഈ പുതിയ മാറ്റം ഹിസ്ബുള്ളയ്ക്ക് മേൽക്കൈ നൽകുന്നുണ്ടോ എന്ന ചോദ്യം സൈനിക വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ നയതന്ത്രപരമായ നീക്കങ്ങൾ പരാജയപ്പെടുന്നതായാണ് കാണുന്നത്. വെടിനിർത്തൽ കരാർ പാലിക്കാൻ ഇരുവിഭാഗവും തയ്യാറാകാത്തത് സമാധാന പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്നു. യുദ്ധം മുറുകുന്നതോടെ കൂടുതൽ സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. മേഖലയിലെ മറ്റ് രാജ്യങ്ങളും ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇറാന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായാൽ അതൊരു പ്രാദേശിക യുദ്ധത്തിനപ്പുറം ആഗോള പ്രതിസന്ധിയായി മാറും. ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ള നടത്തിയ പുതിയ നീക്കം സമാധാന ചർച്ചകളെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. മെർക്കാവ ടാങ്കുകൾ തകർക്കപ്പെട്ടത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ സൈനിക നഷ്ടമാണ്. പകരം വീട്ടാൻ ഇസ്രയേലും പ്രതിരോധിക്കാൻ ഹിസ്ബുള്ളയും ഉറച്ചു നിൽക്കുമ്പോൾ പശ്ചിമേഷ്യ മറ്റൊരു വലിയ ദുരന്തത്തിന്റെ പടിവാതിൽക്കലാണ്. അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഈ സംഘർഷം നിയന്ത്രണാതീതമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.